പീക്കിൽ നിന്ന് താഴോട്ടേക്ക് വന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു ദിലീപ് ജോഷി ടീമിന്റേത്. അവർ തുടങ്ങിയത് റൺവേ പോലൊരു സിനിമയിൽ, ശേഷം വന്നത് ലയൺ പോലൊരു സിനിമ. ഈ രണ്ട് സിനിമകളെ പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അവരൊന്നിച്ചത് ജൂലൈ 4. ദിലീപിന്റെ കോർ ഓഡിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായും അത് ഫാമിലി ഓഡിയൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആക്ഷൻ പടമാണെങ്കിലും അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി, അളിയൻ ഇവരൊക്കെ അടങ്ങുന്ന കുടുംബ ബന്ധങ്ങൾ കൂടി കാണിച്ചാൽ സിനിമ വൻ ഹിറ്റ് ആവുള്ളൂ. ആദ്യം പറഞ്ഞ രണ്ട് സിനിമകളിൽ നിന്ന് ഈ സിനിമയ്ക്കുണ്ടായ ഒരു വ്യത്യാസം അതായിരുന്നു. ഒപ്പം ക്ലൈമാക്സിലടക്കം നായകൻ അങ്ങോട്ട് തല്ല് കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് തല്ല് വാങ്ങിക്കുന്നത് കാണിച്ചൊരു അപൂർവം ആക്ഷൻ സിനിമയായിരുന്നു ജൂലൈ 4. ആ സിനിമയെ പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. ഇനി ഇവർ ഒരുമിച്ച 4ാമത്തെ സിനിമയാണ് അവതാരം. സിനിമ ഇറങ്ങിയത് 2014. ഞാനിപ്പോഴും ഓർക്കുന്ന ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടത് അതിൽ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് സിനിമ കണ്ടു തീർത്തപ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ റൺവേയും ലയണും തന്നെ കമ്പാരിസണായി വെച്ചാലും മൊത്തത്തിലൊരു ലാവിഷ്നെസ്, റിച്ച്നെസ് അല്ലെങ്കിൽ കളർഫുൾനെസ് ഇതൊക്കെ ഇവിടെ മിസ്സിംഗ് ആയിരുന്നു. അല്ലടോ, ഈ സിനിമയുടെ സ്റ്റോറി പോകുന്ന പോക്കിന് ലാവിഷ്നെസ്സും കളർഫുൾനെസ്സും ഒന്നും വെച്ചാൽ പറ്റില്ലല്ലോ. ഇതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? യെസ്, ശരിയാണ്. പക്ഷെ ദിലീപ് ജോഷി സിനിമ എന്ന് പറയുമ്പോൾ എന്റെ ഒരു പ്രതീക്ഷ അതായിരുന്നു. എനിക്ക് ആ സിനിമ എപ്പോൾ കണ്ടാലും തോന്നാറുള്ള ഒരു കാര്യം, ചെറിയ ബഡ്ജറ്റിൽ എടുത്തു തീർക്കണം എന്നൊരു അജണ്ടയോട് കൂടി ചെയ്തൊരു സിനിമ. അതായിരുന്നു അവതാരം. എനിവേസ്, എന്റർടൈൻമെന്റ് വാല്യൂ അല്ലെങ്കിൽ റിപ്പീറ്റ് വാച്ച് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കോമ്പിനേഷന്റെ 4 സിനിമകൾക്ക് ഇങ്ങനെ മാർക്ക് കൊടുക്കാം. ആദ്യത്തേതിന് 100-ൽ 100, രണ്ടാമത്തേതിന് 100-ൽ 90, മൂന്നാമത്തേതിന് 100-ൽ 50, അവസാനത്തേതിന് 100-ൽ 10-ലും താഴെ.